ദില്ലി ദില്ലി ദില്ലിയേ എണീക്കടേ അങ്ങോട്ട്. എന്തുവാണ് കൊറേ സമയം ലില്ലി ലില്ലി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ലില്ലി പിന്നെ വേറെ വിളിക്കണേ? എന്തിപ്പോ ഏട്ടന് വേണ്ടത്? എഴുന്നേറ്റ് നമുക്കൊന്നും എനിക്ക് പറ്റത്തില്ല. ഉച്ചക്ക് കിടന്ന് ഉറങ്ങിക്കൂടെന്ന്. സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. എനിക്ക് ബോറടിക്കുന്നു. ഏട്ടനൊന്ന് ഉറങ്ങി നോക്ക, അപ്പൊ അറിയാൻ സുഖം. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ശീലമില്ലാത്തോണ്ടാ. ഇങ്ങനെയൊക്കെ അങ്ങ് ശീലിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കും. നീ എഴുന്നേറ്റേ. ഉറക്കം വരില്ലെങ്കിൽ തലയും കുത്തി നിൽക്കി പോടും. വല്ലപ്പോഴും അല്ലടി ഉച്ചയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. ആ സമയം സംസാരിച്ച് പറഞ്ഞ് ഇരുന്നൂടെ നമുക്ക്? പിന്നെ ഏട്ടനല്ലാത്ത സമയത്തൊന്നും സംസാരിക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഉറങ്ങുമ്പോഴത്തേക്ക് സംസാരിക്കണം, അത് കുശുമ്പാണ്. എന്നൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞത്. അയ്യോ, എല്ലാം കിടന്നുറക്കാൻ. തങ്ക, തങ്ക, തങ്ക. ഓ, ദാ വരുന്നു. ഒരാൾക്കെങ്കിലും ജീവനുണ്ടല്ലോ. അയ്യ, ഓ, ഞാൻ വിളിച്ചപ്പോഴാണെന്നത്. എന്തിനിങ്ങനെ കിടന്ന് ഉറങ്ങണത് ഉച്ചക്ക്? പകൽ ഉറങ്ങുന്നത് എന്തിനാണ്? ഉറക്കം വന്ന പിന്നെ എന്ത് ചെയ്യാനാ? ഇത് ഒരാളല്ല, എല്ലാം കിടന്നിറങ്ങാനാ ഉച്ചക്ക്. എല്ലാ ദിവസം ഇങ്ങനെ പരിപാടി നിങ്ങള്? ഓ, ഇച്ചിരി നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കണ്ടേ. എന്നാ നിനക്കെന്നാ ഉറങ്ങാൻ പാടില്ല? ഇച്ചിരി നേരം ഇരുന്ന് ഒരു ദിവസം വീട്ടിലിരുന്ന ശീലമല്ലടി. ഇങ്ങനെ ഉറങ്ങിയ ശീലമല്ലല്ലോ. ഓ, ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ. നീ ഇപ്പൊ കിടന്ന് ഉറങ്ങ്. എന്നാ വെറുതെ വിളിച്ച്. ഞാൻ അവിടെ കട്ടിലിൽ ഇരിക്കുന്നു, ഒരാൾ ഭയങ്കര ഉറക്കം. വിളിച്ചപ്പോൾ എന്നെ അവളെ വഴക്ക് പറഞ്ഞു വിട്ടു. അപ്പം നിന്നെ വെറുതെ വിളിച്ചതേ ഉള്ളു. ചുമ്മാ വെറുതെ ഇരിക്കണേ, ഒന്ന് രണ്ടും പറഞ്ഞിരിക്കാമല്ലോ. നിനക്ക് തലയ്ക്ക് വലിയ സുഖമില്ലേ? ഉറങ്ങണാണോ വിളിച്ചിട്ട്? ചുമ്മാ വിളിച്ചതാ. ഞാൻ വെറുതെ നീ അത്ര ഗാഢമായ ഉറക്കമായിരുന്നു. നീ വരില്ലായിരുന്നല്ലോ, ചെറിയൊരു ഉറക്കം. ഞാനോർത്ത് എന്തിനാണോ വിളിക്കണേന്ന് ഓർത്തിട്ട് വെറുതെ ആ ഉറക്കം അങ്ങ് പോയി. ഇപ്പൊ എന്നാ ഒന്നും രണ്ടും പറ. ഒന്നും രണ്ടില്ല, ഒന്നും ചെയ്യാനില്ല. വെറുതെ വീട്ടിൽ കഴിയുമ്പോഴത്തേക്കാ പറമ്പ് ഇഷ്ടം പോലെ കിടന്നു. എന്തെങ്കിലും പണി പോയിട്ട് അവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. മറ്റേ അവനെ വിളി. അവൻ അവിടെ എന്ത് ചെയ്യണം? അവിടെ ക്ലീറ്റോ ഇറങ്ങുവാ. ക്ലീറ്റോ ഇച്ചിരി നേരം കിടക്കുവാ. നമുക്ക് പുറത്ത് അവൻ കിടന്ന് ഉറങ്ങണ്ടേ? ക്ലീറ്റോ കട്ടൻ ചായ ഇട്ടാലോ? ഇങ്ങ് വന്നേ. പുറത്തെല്ലാം പോയാലോ? നമുക്ക് ഇങ്ങോട്ട് വാ. ഒരു സിനിമയ്ക്ക് പോലെ. സിനിമയ്ക്ക് പോലെ പെട്ടെന്ന് റെഡിയാണോ? പക്ഷെ സമയം കുഴപ്പമില്ല, റെഡി ആയാൽ പോവാം. സിനിമയ്ക്ക് പോകാന്ന്. ഉറങ്ങായിരുന്നു. അല്ല, സിനിമ കാണായിരുന്നു. എന്തോന്നിനെ വിളിച്ചത്? എന്തോന്നിനടി വിളിച്ചത്? സിനിമയ്ക്ക് പോവാന്ന്. ആർക്ക്? നമുക്കെല്ലാവർക്കും കൂടെ. അല്ലെ, ഉച്ചയ്ക്ക് എനിക്ക് എങ്ങും പോണ്ടേ. ഇനി അവിടെ വെറുതെ കിടന്ന് ഉറങ്ങണ നേരത്തെ ഒരു നല്ല സിനിമ പോലും പോയി കണ്ടാൽ എല്ലാവരും കൂടെ പോയിട്ട്. നിനക്കെന്ത് വല്ല കുഴപ്പമുണ്ടോ? സിനിമയ്ക്ക് പോകാൻ പോകണം. മനുഷ്യൻ വല്ല ഇച്ചിരി കഴിച്ച് കിടന്ന് ഉറങ്ങി വേറെ 100 കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് പോയാൽ ടിക്കറ്റും ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. ആയിക്കോട്ടെ. ഞാൻ ആരാണെന്ന് അറിയാം. അതെനിക്കറിയാം, അതുകൊണ്ടാണ്. ഞാനൊരു പ്രമുഖൻ, പൊതുജനങ്ങൾക്ക് ഉപകാരങ്ങൾക്ക് ചെയ്തു കിടക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. എനിക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് പോകണം. അതിന് മുന്നെയാണ് ഞാൻ ഇച്ചിരി ഒന്ന് കിടന്ന് സ്വസ്ഥമായിട്ട് മീറ്റിങ്ങിന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലീറ്റോ, ഇന്ന് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്ക് ക്ലീറ്റോ. അതെങ്ങനെ മാറ്റി വെക്കും? എന്നാ പിന്നെ ഞങ്ങളെല്ലാരും കൂടി പോട്ടെ. നിങ്ങൾ സിനിമയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ അങ്ങനെ വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇതൊക്കെ കല്യാണം കഴിക്കണ കാര്യമൊന്നും അല്ലല്ലോ. ഇത്ര നേരത്തെ മീറ്റിങ്ങിന് കുറെ ആൾക്കാർ വന്ന് കൂടണേ. അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മീറ്റിങ്ങിന് മീറ്റിംഗ് നടന്നോട്ടെ. ക്ലീറ്റോ പോയിരുന്നാ പോരെ? ഞാൻ പോയാൽ ക്ലീറ്റോ ഇതിനകത്തൊരു തുക്കട നേതാവല്ലേ? ചുമ്മാ അല്ല, അവൻ പ്രധാനപ്പെട്ട ഒരാളാണ്.
പോവാൻ കൂടി ഇതിനാണ് ക്ലീറ്റോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവരും പോവാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ സിനിമ കുറെ കഴിയൂലേ? ഞാൻ എന്നാ ഞാനാ പടം ഏത് ഇന്ന പടമൊന്നും തീരുമാനിച്ചില്ല. നിങ്ങൾ എല്ലാവരുടെ ഏത് പടത്തിന് പറഞ്ഞാൽ ആ പടം സമയം പോയി കിട്ടണം. ഞാനൊരു കാര്യം ചെയ്യാം. അപ്പുകുട്ട സാറിനെ വിളിക്കാം. നീയാ ക്ലീറ്റോന് തലകറങ്ങി കിടക്കുവാന്ന് പറയാം. അയ്യോ പിന്നെ അതൊന്നും വേണ്ട. മീറ്റിങ്ങിനൊക്കെ ഞാൻ തന്നെ വിചാരിച്ചാൽ പലതും ചെയ്യാം. പക്ഷെ എങ്കിലും ഈ നമ്മളെ ഈ പറഞ്ഞമാതിരി ഹെഡ് മാഷ് ഇല്ലാതെ പള്ളിക്കൂടത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതാണേ നമ്മൾ പോയില്ല. ഞാനിപ്പോ അല്ല നിന്റെ അപ്പൂപ്പൈ ഹെഡ് മാഷാലും എന്തെങ്കിലും ഒരു ഉപമ പറഞ്ഞ ഉടനെ അതിലേക്ക് ഞാനേ ഞാനിപ്പോ വിളിക്കാം. അപ്പുകുട്ട സാറിനെ വിളിച്ച് ഞാൻ പറയാം. വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പുകുട്ട സാറിനെ നീ വിളിക്കണ, ഞാൻ വിളിച്ചോളാം. അത് എനിക്കറിയാം. ഞാൻ ലില്ലിയെ വിളിച്ചിട്ട് വരാം. എല്ലാരും ഉണ്ടാ? റെഡി ആവുകയാണേ. സിനിമ ചാടി ആയിരിക്കും. സമയമില്ല നീ. ഓ റെഡി ആവാം, റെഡി ആവാം. ഏട്ടാ ദേ ഫോൺ റിങ് ചെയ്യുന്നു. എടുത്തോ നീ? ഞാൻ എടുക്ക് വന്ന്, ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുക. ഏട്ടാ ഓ ദേ കട്ടായി. അപ്പൊ പിന്നെ അത്യാവശ്യക്കാരല്ല, കുഴപ്പമില്ല. ഞാൻ എടുത്തോ. ചേട്ടാ പിന്നെ റിങ് ചെയ്യുന്നു. ഹലോ, അതെ. നീ അടത് നമ്പർ കാണിച്ചില്ല, പേര് കാണിച്ചില്ലല്ലോ. ശരി ശരി. എന്ത് ഇവിടെ നിൽക്കുന്ന എടപ്പഞ്ഞെത്തിയാ? എന്ത് ആണോ? ഓ നീ ഇങ്ങോട്ട് വാ, കുഴപ്പമില്ല. തൊട്ടടുത്ത് തന്നെയല്ലേ? വേമ്പ വേമ്പ. ശരി ശരി. ആരേട്ടാ? ശ്യാമ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇവിടെ വട്ടപ്പാറ ഉള്ള. വേറൊരു ആവശ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അത്യാവശ്യം ബാത്റൂമിലാണ്ട് പോണോ? വീടപ്പഴി നിൽക്കുന്നത്. ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇപ്പഴാ? എത്ര മണിക്കാണ് ഷോ? 3 മണിയല്ലേ പണം? ഇപ്പൊ എത്ര മണിയായി? 2:07. എന്റെ ഏട്ടാ, ഇനി അതൊക്കെ വന്നിട്ട് ഇനി എപ്പോ പോവാനാണ്? 2:30 ഇവിടുന്ന് ഇറങ്ങണം. സിനിമ തുടങ്ങിയിട്ട് പോവാനാണെങ്കിൽ പറ്റൂല. എനിക്കാണെങ്കിൽ തുടക്കം തൊട്ട് കാണണം. ഈ ചേട്ടനാണോ? എല്ലാം ഓക്കെ. ഞാൻ വിളിച്ചാൽ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞല്ലോ. എവിടെയാ? ഇവിടെ ഈ ഡോർ പറഞ്ഞത്. ഈ ഡോർ അത്യാവശ്യമായിരുന്നോ? പാവല്ലേ ദൈവം. നമ്മളാണെങ്കിൽ ആലോചിച്ച് കാണാം. ഇപ്പൊ പരിചയക്കാരനുള്ളോണ്ട് കയറി വന്ന് പാവം. മനുഷ്യന്റെ ഒരവസ്ഥ. ചേച്ചിയൊക്കെ വിളിക്ക്, ഇറങ്ങാൻ പറഞ്ഞു. ഹലോ വരട്ടെ. ഇനിയിപ്പോ എല്ലാവരും നിർബന്ധം കൂടണ്ട. സമയമില്ല കേട്ടോ. പെട്ടെന്ന് ഒരുങ്ങിരി നമ്മൾ അവിടെ പോകുമ്പോ പകുതി എത്തും. പകുതി ഒന്നും ആവൊന്നുമില്ല. ക്ലീറ്റാ. ഓ കേൾക്കുമ്പോഴേ അറിയാം നിന്റെ ഡാഡി ചൊവ്വല്ലാന്ന്. വാ, റെഡിയാവ്. ഇതൊന്നും ആയില്ല. നീ ഇതെന്താണ് ഇരിക്കണത്? ഞാൻ എനിക്ക് 5 മിനിറ്റ് മതി. ആർക്ക്? നിനക്കാ 5 മിനിറ്റ്? എത്ര 5 മിനിറ്റ് വേണം നിനക്ക്? പിന്നെ എനിക്ക് പണിയില്ലേ? ഒരു കാര്യം പറയാം, ഞാൻ 100 കാര്യങ്ങൾ കളഞ്ഞിട്ടാണ് ഇതിന്റെ പിറകെ ഇറങ്ങി വന്നേക്കണത്. തമാശ കളിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നൊക്കെ റെഡിയായി വരണമെങ്കിൽ വാ. എന്റെ ക്ലീറ്റോ, ആണ്ടും കൊല്ലത്തി എത്ര കൊല്ലം മുമ്പ് ഒരു സിനിമ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സിനിമ കാണാൻ പോകുമ്പോഴെങ്കിലും ഈ മുഖം ഒന്ന് മര്യാദക്ക് വെക്കുവോ? എടാ, ഞാൻ എൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാമല്ല. ഈ 2.5 മണിക്കൂർ ആ തിയേറ്ററിൽ ചിലവഴിക്കുന്നത്, 2.5 മണിക്കൂർ ഞാൻ ഇപ്പോൾ പൊതുജന സേവനത്തിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടവും അതിൻ്റെ സന്തോഷവും എനിക്ക് ഈ സിനിമ ഉണ്ടാ കിട്ടുമോ? 2.5 മണിക്കൂർ അപ്പോൾ ഒരു കാര്യമില്ലാതെ തിയേറ്ററിൽ ഇരിക്കുവാന്നാണോ ക്ലീറ്റ പറയുന്നത്? ഇത് നമ്മളെ കയ്യിരിക്കണ കാശ് കൊടുത്ത് ആരുടെയെങ്കിലുമൊക്കെ സിനിമ പോയി കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഒരു പൊതുപ്രവർത്തന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അല്ലാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടാണ്? ഇങ്ങനെ മുങ്ങി വലിച്ചു കയറ്റിട്ട് വരണ്ട ക്ലീറ്റ, പൊക്കോ, മീറ്റിങ്ങിന് പൊക്കോ, വരണ്ട. അതെങ്ങനെ ഞാൻ പോവും? പൊക്കോ. ഞാൻ മീറ്റിങ്ങിൽ പോകില്ല എന്ന് വിളിച്ച് പറഞ്ഞില്ലേ?
നിങ്ങളെല്ലാം കാരണം അങ്ങനെ പറയിപ്പിച്ചില്ല എന്നെ കൊണ്ട്. അല്ല അതിപ്പോ പറഞ്ഞോ വരാന്ന് പറഞ്ഞോ അതിനിപ്പോ എന്താ കുഴപ്പം? പിന്നെ ഇങ്ങനെ വാക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പിള്ളേർകളിയല്ലേ ഇത് ഒരു പാർട്ടി മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു കുഞ്ഞു മീറ്റിംഗ് അല്ലേ, അല്ലാതെ മീറ്റിംഗ് നാളെ നിന്റെ അടുത്ത് പറഞ്ഞത്. നിനക്കറിയാമോ അവിടുത്തെ മീറ്റിംഗിന്റെ പ്രധാനം എന്താണെന്ന്? ചുമ്മാ അങ്ങ് പറയണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ക്ലീറ്റ്? റെഡിയാവോ? എനിക്കൊരു ആഗ്രഹം ഉണ്ടായി എന്റെ ഭർത്താവിന്റെ കൂടെ ഒരു സിനിമ കാണാൻ പോണോന്ന്. നിങ്ങളായിട്ടോ കൊണ്ടുപോകൂല, എന്റെ ആങ്ങളെ ഈ കൊണ്ടാന്ന്. പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇനി സന്തോഷം കെടുത്തി. ഇല്ലെങ്കിൽ ഞാൻ ഭർത്താവ് കാരണം അങ്ങനെ കുടുംബത്തിൽ സന്തോഷമില്ല എന്ന് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വരാന്ന് പറഞ്ഞത്. ഇത്രയും വലിയ മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് ക്ലീറ്റ് ഇച്ചിരി സന്തോഷമായിട്ടിരിക്കും. എനിക്ക് സന്തോഷം തന്നെ. മരിച്ച വീട്ടിലോട്ടല്ലല്ലോ പോകുന്നത്. ആയിക്കോട്ടെ, നീ ഒന്ന് ഒരുങ്ങി വാ പെട്ടെന്ന്. ഇതിന്റെ പോയിട്ടുണ്ടല്ലോ. പിന്നെ വേറെ കാര്യം പറയാം, എല്ലാം തള്ളിയിട്. അവൻ ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇന്റർവെല്ലിനുള്ള പോപ്കോണും കൂടെ വാങ്ങിച്ചു തരാൻ പറയണം. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും ചോദിക്കുന്നു. അവനുമില്ല കയ്യില്. ഞാൻ വരണത് തന്നെ വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കും. ഏട്ടാ ഒന്ന് വിളിക്ക്, ഒന്ന് തട്ടിക്ക കഥ. എത്ര നേരമായി? മോശമല്ലേ ഒരാളെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ തട്ടിട്ട് എത്ര നേരമായി കേറിട്ട്? സമയം എത്രയായി? 2:30 3 മണിയുടെ 2:30 ഇവിടുന്ന് എത്ര നേരം വേണം പോകാൻ? പിന്നെ പയ്യെ പറടി. ഒരാളൊരു അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് കേറിയിരിക്കണത്. രാവിലെ കഴിച്ചതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ. ഓ ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ കഴിക്കാം. എനിക്കും അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. മാറിയാ കുഴപ്പമില്ല. ഒരാളെ കാണാണ്ട് വന്നപ്പോഴേ പകുതി വെച്ച് ഇങ്ങനെ സംഭവിച്ചതേ. ഓ കുറച്ച് ഇഞ്ചി ചതച്ചതിന്റെ നീരുണ്ട്. അത് നന്നായിരിക്കും. കാരണം വെച്ചല്ലേ ഈ അത് പെട്ടെന്ന് നിൽക്കും. ഇവിടെ ഒത്തിരി ഇഞ്ചി ചതച്ച് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ലായിരുന്നു. ഇഞ്ചി അത് ചതച്ച് നീരുണ്ടെങ്കിലേ കുറച്ചതിനോട് വെയിറ്റ് കിട്ടോ ചതച്ചിട്ട് അതിന്റെ നീര് നല്ലതായിരിക്കും. കുടുംബമൊക്കെ എങ്ങനെ? കുടുംബം കുഴപ്പമില്ല പോന്നെ. നിനക്ക് എങ്ങനെ സുഖമല്ലേ? ആ സുഖമായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓ ഒന്നുകൂടി എന്തിനാ? അയ്യോ അയ്യോ ഏട്ടാ എന്തേ നീ വന്നേ. എന്തൊരു കഷ്ടമാ നോക്കണം ഓരോ വയ്യ. ഏട്ടാ ഏട്ടാ എന്താണ് ഏട്ടാ, എന്തൊരു കഷ്ടമാണ് ഇത് കുടി കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോണം കേട്ടാ. എടി അവൻ പോയി. പോയാ അവനിത് വേണ്ടല്ല. ഇതല്ല അവൻ വീണ്ടും ബാത്റൂമിൽ പോയ ടോയ്ലറ്റിൽ പോയി. എന്റെ ദൈവമേ, പിന്നെ കേറിയാ? അപ്പൊ ഇനിയിപ്പോ ഒരാൾക്ക് പിന്നെ വയറിനൊരു അസുഖം വരുമ്പോ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ അതിന്റെ പ്രശ്നത്തിലല്ലേ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ പോലെ വല്ലവന്റെ വീട്ടിലോട്ട് കേറിയിട്ട് ഒരു ആവശ്യമായി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അങ്ങോട്ടും ഓടി കയറൂലേ? എന്തൊരു പാടായി പോയി. ആദ്യമായിട്ടാണ് ഏട്ടൻ ഞങ്ങളൊരു സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. എപ്പോഴും ഞങ്ങൾ കാലി പിടിച്ച് ഏട്ടന്റെ പുറകെ നടക്കുന്നതാണ്. അപ്പോഴൊന്നും കേൾക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഉറങ്ങിക്കിടന്ന എന്നെയും എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാരും ഉറങ്ങിക്കിടക്കായിരുന്നു. എല്ലാരെയും വിളിച്ചു മനഃപൂർവ്വം ചെയ്താനാടി. അവ ഇടപ്പഴിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ ചോദിച്ചു നീ എവിടെയെങ്കിലും വാ എന്ന് പറഞ്ഞും പോയി. വരുമ്പോഴേ ഇങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞത്. മനുഷ്യ സഹജമായ ഒരു സാധനമാണ്. സമയമില്ല. എത്ര മണിയായി ഇപ്പം? അത് കുഴപ്പമില്ല, നീ വേഗം ശരിയാക്കി കൊടുത്താൽ. നീ ആ കല്ലൂടെ അടിച്ച് പൊട്ടിക്കല്ലേ? സിനിമ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഇറങ്ങിപ്പോകും. പിന്നെ പിന്നെ 2.5 മണിക്കൂർ അതിനകത്ത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറ്റില്ല. എന്താ നടക്കും? തിയേറ്ററിൽ വെറുതെ ഇരിക്കാൻ പറ്റൂല. എവിടെ തിയേറ്ററിൽ പോവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്നത് ബാത്റൂമിൽ കയറിയിരിക്കുന്നു. ഏത് കൂട്ടുകാരനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പബ്ലിക് ടോയ്ലറ്റാ ഇവിടെ വന്ന് കൂട്ടുകാരന്. അയാൾ അവിടെ എവിടെയെങ്ങാണ്ട് വന്നതാ. അപ്പൊ അയാൾക്ക് ഭയങ്കര വയറുവേദന. അപ്പൊ ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നപ്പോഴേ വയറ് പൊത്തിപ്പിടിച്ചോണ്ട് വന്നപ്പോ ആ ബാത്റൂമിൽ കയറി. നമ്മളൊരു വഴിക്ക് പോയി ഇറങ്ങി നിക്കല്ലേ. പറഞ്ഞത് ഞാൻ എന്തോന്നടേ ഇത്?
3 പ്രാവശ്യമായി പോണത്. എടാ അയാളോട് വല്ല ഹോട്ടലിലും പോകാൻ പറ. അല്ലെങ്കിൽ പറമ്പ് കിടക്കല്ല അങ്ങോട്ടെങ്കിലും പോവാൻ പറയാം. മോശമല്ലടാ, അവനോട് ഇടപ്പഴിഞ്ഞെത്തിപ്പാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു പോയി. പറഞ്ഞതിന്റെ പേരും പെട്ടെന്ന് വന്നിട്ട് കക്കൂസ് പോയപ്പോൾ ഞാൻ വല്ലതും കുത്തിച്ചതച്ചു കൊടുത്ത്. വാ നമുക്ക് പോവാം. പിന്നെ ഈ സിനിമയ്ക്ക് ആര് പോവും? അവൻ ഇപ്പോഴങ്ങനെ ഇറങ്ങുന്നു ചോദിക്കണേ. ഇതിപ്പോ 2:30 കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ ഈ ചോര രണ്ടിടത്ത് ഇറങ്ങാൻ പറഞ്ഞു. നമുക്ക് പോകണമെന്ന് പറഞ്ഞു. പടം 3 മണിക്കാണ്ട്. പടം 3 മിനിറ്റോ എന്താ? ഇന്നത്തെ കണ്ണി കണ്ട കൂട്ടുകാരന്മാരൊക്കെ എന്തെന്നും. ശ്യാമേ, ആ എടാ ഇറങ്ങാറായടാ. 10 മിനിറ്റ്. 10 മിനിറ്റ്. 10 മിനിറ്റ് പറ. കുന്തം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പം എത്രയെന്ന് അറിയാമോ? 3 മണിക്കാണ് ഷോ. ഇപ്പം 2:45. ഇനി 10 മിനിറ്റ് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ എപ്പോഴും സിനിമയ്ക്ക് പോകുന്നു. ഞാൻ മീറ്റിംഗ് കളഞ്ഞിട്ടാണ് നിൽക്കണം. നിങ്ങൾ ഈ ഒരു കളിക്കരുത്. പണി, ആ ചേട്ടൻ ഇറങ്ങുന്നവരെ ഏട്ടനോട് നിൽക്കും, ഞങ്ങളെന്നെ പോട്ടെ. അതിന് ടിക്കറ്റ് ഇവനെല്ലാം എടുത്ത് വെച്ചേക്കണത്. പിന്നെ നമ്മൾ മാത്രം അങ്ങോട്ട് പോയാൽ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. എടുത്തിട്ടില്ലേ? പറയുമ്പോൾ ഒരു ടിക്കറ്റ് തരുമല്ലോ. ഞാൻ വിളിച്ച് ഓൾറെഡി ഇനി എപ്പോ കാണാനാടാ? ടിക്കറ്റും എടുത്ത് ഇനി ഇത് ഇനി പോണ്ടേ? ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ ഇവന്റെ പരിപാടി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ വലിയ കുഴപ്പമാണ് അവന്റെ വയറിന്. മനുഷ്യ സഹജമല്ലേ നിങ്ങൾ എന്താണ് ഇത്? എന്നെ നമ്മുടെ ഭാഗത്ത് ആലോചിക്കുക. എന്താണ് ഞാൻ പറഞ്ഞു? പിന്നെ ഞാൻ പറയണ്ടേ? മീറ്റിങ്ങിന് പിന്നെ ആര് പോകും? അന്നേ പിന്നെ ക്ലീറ്റച്ചയുടെ മീറ്റിങ്ങിനെങ്കിലും പോ. ഓ, ഇനി മീറ്റിങ്ങിന് ഞാൻ അവിടെ ചെന്നിട്ട് താമസിച്ചാൽ എന്ത് കാരണം പറയും? നാണക്കേടല്ലേ ഇതാണെന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് ആദ്യം 5 മിനിറ്റ് പരസ്യമൊക്കെ ആയിരിക്കും തിയേറ്ററിലെ. അത് വേണ്ട, ഇപ്പൊ ഇറങ്ങും. സിനിമ അങ്ങോട്ട് എഴുതി കാണിക്കണം. അവിടെ നിന്നിട്ട് കാണാം. എന്നോട് പറഞ്ഞാണ് ആ തുടക്കം തൊട്ട് രസമില്ല. എനിക്കറിയാമോ, ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പോവും സാധാരണ. ഇതിപ്പോ 40 പ്രാവശ്യം പോകും ഞാൻ. അപ്പൊ ഇളക്കോ? ഓ, ഇത് തോന്നട ഇത് മനുഷ്യനെ. വാ നമുക്ക് പോവാം. മക്കളെ പോവും. ഒരുത്തൻ അവിടെ ഇളവി കിടക്കല്ലേ, പിന്നെ എങ്ങനെ പോവും? ഞാൻ ഒരു മിനിറ്റ്. ഓ, ശ്യാമേ, ഓ എന്താ എടാ ഇറങ്ങാറായടാ? കുറച്ചും കൂടി. എന്തായിരുന്നു? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? അവൻ ഇപ്പൊ ഇറങ്ങുമില്ലേ? അല്ലാതല്ല, ഇപ്പൊ സമയത്ത് 2:45 2:50 ഇപ്പൊ 2:55. ആ, നമുക്ക് ഭക്ഷണക്ക് പോയാലോ? ഞാനേ വല്ല പറഞ്ഞാ കൂടി പോകും. ഞാൻ മീറ്റിങ്ങിന് പോവാം. അതെങ്കിലും നടക്കട്ടെ. മനുഷ്യന് പാവം എന്തോരം തിരക്കുള്ള മനുഷ്യനാണെന്നറിയോ പിടിച്ചു നിർത്തിയത്. ഫസ്റ്റിന് പോവാൻ വരുമോ ക്ലീറ്റോ? ആലോചിക്കാം. ആദ്യം അവനെ ഇറക്കി വിടാൻ നോക്കാം. അവൻ ഇറങ്ങുമോ നോക്കാം. എന്നിട്ട് ഫസ്റ്റ് കഴിഞ്ഞാലോ അവൻ ഇറങ്ങൂല ചിലപ്പോ. താരടി അപ്പായി വന്നിരിക്കണത്. അറിയാൻ പാടില്ല. രാവിലെ ഏതാണ്ട് ദോശയും തിന്നിട്ട് വന്നേക്കുവാ. നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു. പൊക്കണം. ഞാൻ പോയി ഉടുപ്പ് മാറിയിട്ട് നിനക്കാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് വടകർക്ക. നീ എന്തിനു നോക്കിക്കണ? ഷർട്ടും മുണ്ടും ഇതൊക്കെ മാറ്. എടി ഒരു ആ ഇറങ്ങാ. ഓ, എവിടെ പോകുന്നു പറഞ്ഞിട്ട്? പോണായിരുന്നു. ഇനിയിപ്പോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോയാൽ മതി. ആണല്ലേ? ബുദ്ധിമുട്ടായില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. ആ, നീ എവിടെ ഇരിക്കുന്നടാ? ആ, നീ അവിടെ തന്നെ ഉണ്ടല്ലേ? എനിക്ക് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. എടാ, ആ വഴി കിടന്ന പോസ്റ്റ് എന്റെ വഴിയിലോട്ട് എടുത്ത് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസ് എന്തോ ഉണ്ടാക്കണം പറഞ്ഞത്. നിന്നെ എന്റെ നീ ഇപ്പൊ എവിടെ നിൽക്കുന്ന പറടാ, അത് പറ. നീ ഇങ്ങോട്ട് വാ. ഞാൻ മിലിറ്ററി ക്യാമ്പിന്റെ അടുത്തുണ്ടാ. കനകന്റെ വീട്ടിൽ ഉണ്ടാ. ഹൗസ് നമ്പർ എത്ര കനക? പിന്നെ A621. എത്ര? A621. A629. 621. വാടാ, ഇങ്ങോട്ട് വാ. നീ വാടാ, നീ വാ. വന്നിട്ടേ ഉള്ളു നീ കാര്യം. എന്റെ വഴിയില് നീ അടിടാ. നീ അല്ലേ പറഞ്ഞ? നീ അടി. നീ അല്ലടാ പറഞ്ഞ അങ്ങ് മറിക്കുമെന്ന്. ഞാൻ മറിക്കൂടാ. നീ 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 അടിയിടാ. എടാ, നീ പറഞ്ഞ നീ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. നീ വരാനില്ലടാ പറഞ്ഞ. ഞാൻ വന്നടാ. നീ അടി. ഏത് ഗുണ്ടയുടെ വീട്ടിൽ? എന്റെ മുമ്പിലല്ലോ നിൽക്കും. നീ അടിയാ. ഏത് ഗുണ്ടയുടെ വീട്ടിൽ? നീ ഒരു കനകനെ ഗുണ്ടയുടെ പേര് പറഞ്ഞു. നീ അടി. നീ അടി. നീ അടിയടാ. നീ അടിയടാ. ആദ്യം എന്നെ നീ അടി. നീ അല്ലടാ പറഞ്ഞ. നീ ഇവിടെ നിൽക്കുന്നിടത്ത് നീ ആണ്ട് മറിക്കഴിഞ്ഞ് വരാൻ പറഞ്ഞ. ഞാൻ വന്ന് നിൽക്കാൻ എന്റെ അടുത്ത് എന്റെ വസ്തുവിനകത്ത് പോസ്റ്റ് കേട്ടിട്ട് ഞാൻ മറിക്കുന്നില്ല. മറിച്ചിരിക്കും. ഞാൻ മറിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടിക്കോ?
എന്നിട്ട് വേണം എനിക്ക് സിനിമയ്ക്ക് പോവാൻ. എടാ അടിയടാ നീ വരിടാ. നീ അടിയോടും പറഞ്ഞിട്ടൊന്നും എന്റെ സോമ നിനക്ക് അറിഞ്ഞൂടാ, എന്റെ സോമം നിനക്ക് അറിഞ്ഞൂടാ. നെഞ്ചിലെ പൂട്ടിയാളൊക്കെ പറഞ്ഞേട്ടാ. നീ ഇവിടെ നില്ല. ഒന്ന് നോയിക്കോണേ അവനെ. കനക അവനെ വിടരുത്. ഒരു 10 മിനിറ്റ് ഞാൻ ദാ വരുന്നു.